റെൻ്റ് സംബന്ധമായിട്ടൊരു കേസുമായിട്ട് വന്നു. ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. പല കാരണം കൊണ്ട് ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തിപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അറിയുന്നത് ചെക്ക് റിട്ടേൺ ഉണ്ട്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഇത് റെൻ്റ് സംബന്ധമായതാണ്. ഈ 3 ചെക്കിൻ്റെ കേസിൽ ഇദ്ദേഹത്തിന് അറസ്റ്റ് വാറൻറ്റും ഉണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ ഒന്നും കാണാനില്ല, നിങ്ങൾ CID ഓഫീസിൽ പോയി കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആരോ പറഞ്ഞു വേണ്ട പോണ്ട, നിങ്ങൾ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. ഈ സ്ട്രെസ്സ് ക്യാരി ചെയ്ത് ചെസ്റ്റ് പെയിൻ വന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 30,000 ദിറംസ് അദ്ദേഹത്തിന് ബില്ല് വന്നു. ഹോസ്പിറ്റലുകാർ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാൻ വിസമ്മതിച്ചു. കാരണം ഇദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെൻറ്റ് ഇടണം. 70,000 ദിറംസ് വേണം. അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്കിൽ എഴുതി പുറത്തു വന്നു. അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, സ്റ്റെൻറ്റ് ഇടാനുള്ള പൈസയില്ല. ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ കോൺസുലേറ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി ഫേമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിൽ നിന്ന് പുറത്തു വന്ന് ഇമ്മീഡിയറ്റായിട്ട് ട്രാവൽ ചെയ്യാനാണ് സാധിക്കുകയുള്ളൂ.